പ്രോഗ്രാമാണ്. കയ്യടിയെല്ലാം ഒരു വികാര പ്രകടനമല്ല, അതെല്ലാം ഒഴിവാക്കിക്കുന്നതല്ല. ആരാളുള്ളത്? ഇത് ഞാൻ പറയുന്നത് എന്താ? അക്ബറിൻ്റെ വലുപ്പമല്ല, നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ വലുപ്പമല്ല, അത് സംഘടിപ്പിച്ച ആളുകളുടെ വലുപ്പമല്ല. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനാണ് ഞങ്ങളെ കയ്യിലുള്ളത്. ഞങ്ങളെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടച്ച തമ്പുരാൻ സർട്ടിഫൈ ചെയ്ത് കൊടുത്തയച്ച ജീവിതമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. എന്താ പടച്ചോൻ്റെ സർട്ടിഫിക്കേഷൻ? ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇതാ നിങ്ങൾക്ക് ഈ പ്രവാചകനിൽ അത്യുത്തമമായ മാതൃകയുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റാ. ഈ പ്രപഞ്ചത്തെ പടച്ച് പരിപാലിക്കുന്ന തമ്പുരാന്റെ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒരു കറുത്ത പുള്ളി കണ്ടെത്താൻ ലോകത്തെ മുഴുവൻ വിമർശകരും ഒരുമിച്ച് പരിശ്രമിച്ചാലും സാധ്യമല്ല. ഉറപ്പാ ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങളോട് വിമർശിച്ചു എന്ന് പറയുന്നത്. തെരഞ്ഞോളൂ, സകല പുസ്തകങ്ങളും തെരഞ്ഞോളൂ, സകല വിമർശന ഗ്രന്ഥങ്ങളും തെരഞ്ഞോളൂ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. തെളിയിക്കൂ. ഒരെണ്ണം, രണ്ടെണ്ണം വേണ്ട, ഒരെണ്ണം വസ്തുനിഷ്ഠമായി തെളിയിക്കണം. അതല്ലാതെ മരിച്ച വീട്ടിൽ പോയി സ്വകാര്യം പറയലല്ല. ഞാൻ പറയുന്നത് ഒരല്പം വൈകാരികതയോടുകൂടി തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങളെല്ലാം സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന പ്രവാചകൻ. ഒരു മാന്യത വേണ്ട നിങ്ങൾക്ക്. മാന്യത, ഏറ്റവും ചുരുങ്ങിയതൊരു മാന്യത. ആ റസൂലിനെ ദൈവത്തെ കൊണ്ട് പച്ചത്തെറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയാ? ആ തെറി എങ്ങനെയാ പറയാൻ കഴിയുമോ നമുക്ക്? ആര് ബികോമിന് പഠിക്കണ കുട്ടികളുടെ മുന്നിലാണല്ലോ എഴുതി കൊടുത്തത്. ഒരു കലാലയെ സംസ്കാരം എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? ഇനിയും ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അടിയിൽ ആ കോളേജിൻ്റെ പേരും ആ എഴുതിയ ആളെ പേരും കൂടി ചില്ലിട്ട് വെച്ച് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാം, വിദ്യാഭ്യാസം നേടിയത് കൊണ്ടൊന്നും മനുഷ്യൻ പിശാചിൽ നിന്ന് രക്ഷപ്പെടൂല, പൈശാചിക ഭാവത്തിൽ നിന്ന് മാറൂല എന്നതിന് തെളിവ് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അത്രക്കും എന്തതിന് പറയുക. എന്നിട്ട് അതിനെതിരെ ആരോ ഒന്ന് വൈകാരികമായി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സമൂഹം ഇളക്കി വിടലല്ല. നമ്മൾ മനുഷ്യന്മാർ പലതരത്തിലുള്ള വികാര അവസ്ഥകളുള്ളവരുണ്ടാവും. തീർച്ചയായും ഇസ്ലാമികമായ പ്രതികരണം എന്നത് വൈകാരികമല്ല, വിചാരപരമാകണം. പക്ഷേ ആ സ്വാഭാവികമായും മനുഷ്യർ എന്നുള്ള നിലക്ക് പല വികാര അവസ്ഥകളുള്ള ആളുകളുണ്ടാകും. ചിലർ പ്രതികരിച്ചത് ഒരല്പം കൂടിപ്പോയിട്ടുണ്ടാകാം. അങ്ങനെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള ത്രാണി തന്നെയാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്.